KTU 2019 സ്കീം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ S3 സോളിഡ് സ്റ്റേറ്റ് ആൻഡ് ഡിവൈസസ് മൊഡ്യൂൾ 5 പേരാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് ടോപ്പിക്കാണ് സ്കെയിലിംഗ് ഇൻ മോസ്ഫെറ്റ്. സ്കെയിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ചാനലിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യാനാണ് നമ്മൾ പറയുന്ന പേരാണ് സ്കെയിലിംഗ്. അപ്പോൾ സ്കെയിലിംഗ് ഒരു 3 ടൈപ്പ് ഉണ്ട്, അതൊക്കെയാണ് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പഠിച്ചത് കേട്ടോ. ഇവിടെ നമ്മൾ അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പിന്നെ ചലഞ്ചസും ആണ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ എന്താ, സ്വിച്ചിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, ചിപ്പ് സൈസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ നമുക്ക് പവർ ഡെസിപ്പേഷനൊക്കെ എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് ഡിസഡ്വാൻറ്റേജസും ചലഞ്ചസും. ഇതൊരു 3-4 പോയിന്റ്സ് നിങ്ങൾ പഠിച്ചു വയ്ക്കണം കേട്ടോ, ചോദിക്കാറുണ്ടത്. പിന്നെ അടുത്ത ടോപ്പിക്കാണ് സബ് ത്രഷോൾഡ് കണ്ടക്ഷൻ. സബ് ത്രഷോൾഡ് കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ത്രഷോൾഡ് വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ ഓൾറെഡി അത് പ്രീവിയസ് സെക്ഷനിൽ അതായത് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ത്രഷോൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ അതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട മിനിമം വോൾട്ടേജ്, അതായത് വർക്ക് ചെയ്യാൻ വേണ്ട അതിൻ്റെ മിനിമം വോൾട്ടേജിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ത്രഷോൾഡ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ശരിക്കും ത്രഷോൾഡ് വോൾട്ടേജിലായിരിക്കില്ല അതിൻ്റെ കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് തൊട്ട് മുൻപ് എന്തുണ്ടായിരിക്കും, ഒരു നേരിയൊരു എമൗണ്ട് ഓഫ് കണ്ടക്ഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനാണ് നമ്മൾ സബ് ത്രഷോൾഡ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അതായത് ത്രഷോൾഡ് വോൾട്ടേജിന് തൊട്ട് മുൻപുള്ള റീജിയൻ, അതാണ് സബ് ത്രഷോൾഡ് കണ്ടക്ഷൻ റീജിയൻ. അപ്പോൾ അവിടെ ചെറിയൊരു കണ്ടക്ഷൻ ഉണ്ടായിരിക്കും, പക്ഷേ നമുക്കത് റിസൾട്ടിലേക്ക് കിട്ടില്ല. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് ഫ്രം എവിടെ നിന്നായിരിക്കും, ത്രഷോൾഡ് വോൾട്ടേജ് നിന്നായിരിക്കും. അപ്പോൾ അതിന് പ്രീവിയസ് സെക്ഷൻ നമ്മൾ പറയുന്ന പേരാണ് സബ് ത്രഷോൾഡ് കണ്ടക്ഷൻ.